സോ നമ്മൾ ഇന്നത്തെ ഒരു അടിപൊളി ചോക്കോ ചിപ്സ് ആണ് വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ആദ്യം ഇതേപോലെ ഒരു സോസ് പാനിൽ ഒരു 3/4 വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം നല്ലോണം തിളപ്പിക്കുക. നമുക്ക് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുക. ഞാൻ ഇത് ചോപ്ഡ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രൈൻഡ് ചെയ്ത കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതിനുശേഷം നല്ലോണം ഒന്ന് സ്റ്റിർ ചെയ്ത് തന്നെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ഡബിൾ ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ ടേബിൾ ടോപ്പിൽ വെച്ചിട്ടാണ് ആഡ് ചെയ്യണത്. ഇതേപോലെ ബട്ടർ ഒരു 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് ക്രീമി ആക്കി എടുക്കുക. ഡബിൾ ബോയിൽ ചെയ്ത് തന്നെ എടുക്കുക. അതിനുശേഷം നമ്മളിതാ ഇങ്ങനെ ഒരു പേപ്പർ കവറിലോട്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ കവറിലോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പേസ്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. നമ്മുടെ സാധാരണ ഐസിങ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ഐസിങ് ബേഗിൽ വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് വരും. ഞാനിതായി പിന്നീട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കാതെ തന്നെ ചെയ്യണതായിരിക്കും നല്ലത്. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചൊന്ന് അലിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മുടെ കുക്കീസിനൊക്കെ ഇത് മതി. ബാക്കി കേക്കിനൊക്കെ ഇത് അത്ര പെർഫെക്റ്റ് ആവാൻ ചാൻസ് ഇല്ല. ബട്ട് നമ്മുടെ കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് നല്ലൊരു ചോക്കോ ചിപ്പായിട്ട് തന്നെ ആക്ട് ചെയ്യും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം കമൻറ്റ് ചെയ്യുക.